നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ദിലീപും തമ്മിൽ പരസ്യമായ വാക്പോരം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന ദിലീപിന്റെ ആരോപണം തോന്നൽ മാത്രമാണെന്നും സ്വയം ന്യായീകരിക്കാൻ പറയുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കണ്ണൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അന്വേഷണ ഉദ്യോഗസ്ഥർ അവർ മുന്നിലെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിച്ചതെന്നും ഗൂഢാലോചന ആരോപണം അദ്ദേഹത്തിന്റെ വെറും തോന്നൽ മാത്രമാണെന്നും മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന സംബന്ധിച്ച് ദിലീപ് ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ നിവേദനമോ സർക്കാരിന് നൽകിയത് താൻ ഓർക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിധി പ്രഖ്യാപനത്തിന് ശേഷവും അതിജീവിതയ്ക്ക് തുടർന്നും പിന്തുണ നൽകുമെന്നും പൊതുസമൂഹം അതിജീവിതയ്ക്ക് ഒപ്പമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി. വിധിയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കേസിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ കേസ് വാദിച്ചിട്ടുണ്ട് എന്നും ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉന്നത കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. കേസുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ ചില വിവാദ പ്രസ്താവനകളെയും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. സർക്കാരിന് ഒരു ജോലിയും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീൽ പോകുന്നത് എന്ന കൺവീനറുടെ പരാമർശം UDFിന്റെ നിലപാടാണ് കാണിക്കുന്നതെന്നും എന്നാൽ പൊതുസമൂഹത്തിന്റെ നിലപാട് അങ്ങനെയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടൂർ പ്രകാശിന്റേത് നാടിന്റെ വികാരത്തിന് എതിരെയുള്ള പരാമർശമായി പോയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തന്നെ പ്രതിയാക്കാൻ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്നും അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും ദിലീപ് വിധിക്ക് പിന്നാലെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. അതിജീവിതയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ദിലീപ് അറിയിച്ചു. ഈ ആരോപണങ്ങളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം ന്യായീകരിക്കാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. നടിയെ ആക്രമിച്ച കേസിലെ വിധി രാഷ്ട്രീയ ലോകത്ത് വലിയ ഭിന്നതകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് ദിലീപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് വലിയ വിവാദത്തിന് തിരികൊളുത്തി. ദിലീപിന് നീതി കിട്ടിയെന്നും അദ്ദേഹവുമായി തനിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും വിധി വ്യക്തിപരമായി സന്തോഷം നൽകുന്നതായും അടൂർ പ്രകാശ് പ്രതികരിച്ചു. ദിലീപിന്റെ അറസ്റ്റ് സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചതായും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ അടൂർ പ്രകാശിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. വിധി സർക്കാരിന്റെ പരാജയമാണെന്നും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണമെന്നും KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പ്രസ്താവന വിവാദമായതോടെ അടൂർ പ്രകാശ് നിലപാടിൽ മലക്കം മറിഞ്ഞ് രംഗത്തെത്തി. അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടത് ചെയ്യണമെന്നും പ്രോസിക്യൂഷന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം പിന്നീട് ആവശ്യപ്പെട്ടു. ഈ നിലപാട് മാറ്റം പൊതുസമൂഹത്തിൽ നിന്ന് ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയുടെ ഫലമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വിധിക്ക് പിന്നാലെ സിനിമാ മേഖലയിലും പ്രതികരണങ്ങൾ സജീവമായി. സംവിധായകൻ രഞ്ജി പണിക്കർ ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യമെന്നും കോടതി ദിലീപ് കുറ്റവാളിയല്ലെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ടു എന്ന വികാരം ദിലീപിന് ഉണ്ടായാൽ എന്താണ് തെറ്റെന്നും കുറ്റം ചെയ്യാത്തവരെ തിരിച്ചെടുക്കാൻ സംഘടനകൾക്ക് അവകാശമുണ്ടെന്നും രഞ്ജി പണിക്കർ അഭിപ്രായപ്പെട്ടു. നടൻ ആസിഫ് അലിയും കോടതി വിധി മാനിക്കുന്നതായി പ്രതികരിച്ചു. ആരോപിതനായിരുന്ന സമയത്ത് ദിലീപിനെ പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയതിനാൽ തിരിച്ചെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാതാവ് സാന്ദ്ര തോമസും കോടതി വിധി മാനിക്കുന്നതായും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി എന്നും പ്രതികരിച്ചു. നീതി ലഭിച്ചോ എന്ന് പറയേണ്ടത് ബന്ധപ്പെട്ടവരാണെന്നും അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ എന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു. സിനിമാ മേഖലയിലെ പ്രമുഖരുടെ ഈ പ്രതികരണങ്ങൾ ദിലീപിനെ സംഘടനകളിൽ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ദിലീപിന്റെ കേസ് ഒരു നിയമപരമായ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാനുള്ള തുടർ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ ധ്രുവീകരണത്തിനും ഇത് വഴിയൊരുക്കുക തന്നെയാണ് ചെയ്യുന്നത്.